ഇന്ന് ദീപാവലി ആയിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല, പക്ഷെ പരിപാടി ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്, ചെറിയത് വന്നാൽ ഭയങ്കര ഷോർട്ടായിരിക്കും കേട്ടോ. ഈ ഒരു ഷോർട്ട് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെയുള്ള പരിപാടി. ഇപ്പൊ സമയം ഒരു 9:30. രാവിലെ തന്നെയുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ സെക്കൻഡ് വാക്സിനേഷൻ ഡേ. ഫസ്റ്റ് വാക്സിനേഷൻ ഓൾറെഡി ഒരു 1 month മുന്നേ കഴിഞ്ഞു. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അന്ന് എന്തൊക്കെയാ പ്രൊസീജിയർ അങ്ങനത്തെ ഒന്നും അറിയാത്തതുകൊണ്ട്. ഇത് സെക്കൻഡ് വാക്സിനേഷൻ ഡേ ആണ്. വാക്സിനേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽത്ത് സെന്ററിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു ഹാർഡ്ലി 3 to 4 kilometer ലേട്ടാ, എന്നാൽ 2 to 3 kilometer അത്രേ ഉള്ളൂ ഹെൽത്ത് സെന്ററിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഈ ബുക്ക് എന്താ അറിയോ, നോർമലി പ്രഗ്നന്റ് ലേഡീസിന് കിട്ടുന്ന ഒരു ബുക്കാണിത്. എനിക്ക് അങ്ങനെ പറയാറ്. ഈ ഹെൽത്ത് സെന്ററിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഹെൽത്ത് സെന്ററിന് ഒരു നേഴ്സ് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാക്സിനേഷൻ ഡേറ്റും അങ്ങനെ എന്തൊക്കെയാ കുറേ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇങ്ങനെ എന്തൊക്കെയാ ഫുഡ് നമ്മൾ കഴിക്കണം, കുട്ടി ആയാൽ വരെ ഇത് നമ്മളെ ഡീറ്റെയിൽസ്, പിന്നെ കുട്ടി ആയാൽ വരെ എന്തൊക്കെ ചെയ്യണം, കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഗർഭകാലത്ത് എന്തൊക്കെ പരിചരണം, എല്ലാ സാധനങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നല്ലോണം വായിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് അതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൈസയും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഒരു 6,000 rupees ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു 6,000 rupees കിട്ടും. വലിയ പൈസക്കാർക്കൊന്നും വേണ്ടി ഇത് അത് അമ്മ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു. അമ്മ അംഗൻവാടിയിലാണ്. അപ്പൊ അമ്മ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു, പണ്ടൊക്കെ കൊടുത്തവർക്കൊന്നും കിട്ടിയിക്കില്ല ഇതുവരെ പൈസ. കുട്ടിക്ക് 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആയി, എന്നിട്ടും കിട്ടിക്കൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. പിന്നെ അത് വിചാരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു 6,000 ഉറുപ്പ്യല്ലേ, കിട്ടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും, അല്ലാണ്ടെങ്കിൽ വാങ്ങൂല, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ വാക്സിനേഷൻ ആവട്ടെ, പിന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആവട്ടെ, അതൊക്കെ സർവീസാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രീ ആണ്, ഫ്രീ സർവീസാണ്. ഒന്നും നമ്മൾ ടാബ്ലറ്റ് അങ്ങനെ അല്ല പൈസ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡോക്ടർ നമുക്ക് ഫോളിക് ആസിഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ആശാവർക്കർമാരുണ്ടാവും ഓരോ ഏരിയയിൽ, ആ ആശാവർക്കർമാരോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ FHCയിൽ പോയിട്ട് FHCയിൽ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് കോട്ടക്കൽ ടൗൺ. കോട്ടക്കലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വരുന്നത്. ടൗണിൽ നിന്ന് ഒരു ഹാർഡ്ലി ഒരു 50 മീറ്റർ. ഇതാണ് ഹോസ്പിറ്റൽ, FHC ഫാമിലി ഹെൽത്ത് സെന്റർ. നമുക്ക് ഇവിടെ വണ്ടി ഒരു മാറ്റം വന്നിട്ടില്ല. വണ്ടി ഇവിടെ വെച്ച് യൂട്യൂബേഴ്സിന് കുറവുണ്ടാവാൻ പാടില്ല. ഇതാണ് OP ബ്ലോക്ക്. പക്ഷെ നമുക്ക് വേണ്ടത് ഇങ്ങോട്ടേക്കാ ഇഞ്ചക്ഷൻ അടിക്കാൻ. ഏട്ടൻ എന്നെ എടുക്കുന്നില്ലല്ലോ. മേലക്കാരി പോകണം അല്ലേ, അതൊരു പണിയാണ്. ഇവിടെ എത്തിയില്ല. എത്ര മണിക്ക് പറഞ്ഞേ?
അങ്ങനത്തെ ഒരു നല്ല നേഴ്സായിരിക്കും. അതെപ്പം കിട്ടൂല, നേഴ്സുമാർക്ക് ഭയങ്കര ഇതായിരിക്കും. കുറച്ച് ടഫ് നേഴ്സല്ലേ അവരുണ്ടായി. അടുത്ത ആൾ കയറി, നമ്മളാളത് വരുന്നുണ്ടോ? നല്ല വേദനയായിരിക്കും. എത്ര തവണയാണ് തിരിച്ചു പോകുന്നത്? വെയിറ്റ് നോക്കാൻ പോവാണ് കേട്ടോ. ഡിജിറ്റൽ മറ്റേ മാനുവൽ മെഷീനാണ്. ഇത് ഡിജിറ്റൽ അല്ലേ ഞാൻ പൊതുവെ നോക്കല്ലേ. മാനുവൽ എനിക്ക് 56. ഒന്നുകൂടി ഒന്ന് നോക്കാം പോവാ. നല്ല എക്സ്പീരിയൻസാ. ഞാൻ വെറുതെ സിസ്റ്ററിനെ തെറ്റിദ്ധരിച്ചു. കാരണം സിസ്റ്ററിന്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ മതിയായിരുന്നു. പക്ഷെ ഒരു പാവ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാവ സിസ്റ്റർ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരെ ഫുള്ള്. മലപ്പുറത്താണ് വീട്, മുജുകുന്നാണ് ഹസ്ബൻഡിന്റെ വീട്. ഇപ്പൊ ഇവിടെ അയിനക്കാട് നിൽക്കുകയാണ്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു. കുറെ ടാബ്ലറ്റ് ഉണ്ട്. ബാക്കി വണ്ടി എന്ന് പറയാം, അറിയില്ല. പിന്നെ ഷുഗർ നോക്കി. ഷുഗർ നോക്കുമ്പോ എനിക്ക് വേദനയായിരിക്കും എന്ന് എനിക്ക് അറിയാലോ. പക്ഷെ ഞാൻ അങ്ങനെ അയ്യോ ഇങ്ങനെ പറഞ്ഞേ, തിരിച്ച് ഞാനിങ്ങനെ അപ്പൊ പറഞ്ഞ ഒരു വേദന ഉണ്ടാവില്ല, മോള് കൈ മാറ്റാണ്ടിരുന്ന അതിന്ന്. അപ്പൊ ഞാൻ അറിഞ്ഞും കൂടിയില്ല ഷുഗറിന് കുത്തിയത്. ശരിക്കും അറിഞ്ഞിട്ടില്ല. കൈന്റെ എവിടെയാണല്ലോ ഷുഗറിന് കുത്താ. ഞാൻ തീരെ അറിഞ്ഞില്ല. അപ്പൊ മറ്റേനും എന്നോട് പറഞ്ഞ വേദന ഉണ്ടാവും, ഓൾറെഡി മസിലാണ്. പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വേദന ഇല്ല. പിന്നെ ഫുഡ് കഴിക്കണ്ടതിനെ പറ്റി പറഞ്ഞന്ന് അയൺ ടാബ്ലറ്റ്, ഇത് ഇത് കാൽസ്യം വൈറ്റമിൻ ടാബ്ലറ്റ്, ഇത് അയൺ ടാബ്ലറ്റ്, ഇതൊക്കെ തന്ന് വീട്ടിലെ വിവരങ്ങളും എല്ലാം പറഞ്ഞു. നല്ല സിസ്റ്റർ കേട്ടോ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ടി ഇന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് സിസ്റ്ററിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് അത് ലീഗലാണോ അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ. പിന്നെ മാസത്തിൽ ടാബ്ലറ്റ് തീർന്നാൽ ആരെങ്കിലും ഹസ്ബൻഡിനെയോ വേറെ ആരെങ്കിലും വിട്ടാൽ മതി എന്ന് പറഞ്ഞിക്ക്. പിന്നെ ഇടയ്ക്ക് വെയിറ്റ് നോക്കണം, ഷുഗർ നോക്കണം, പ്രഷർ നോക്കണം. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിക്ക്. ഇനിയിപ്പോൾ വാക്സിനേഷൻ ഇല്ലല്ലോ, അപ്പോൾ സെക്കൻഡ് ഡോസ് വരെ ഉള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടേക്ക് വന്നാൽ മതി അങ്ങനെ പറഞ്ഞിക്ക്. സിസ്റ്റർ പേര് ഷീജ സിസ്റ്റർ ഫ്രം മലപ്പുറം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ചെറിയ ഒരു ടി വാക്സിനേഷൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനല്ലേ. ഇന്നത്തെ വാക്സിനേഷൻ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പറയുന്നില്ല, ഒരു അർത്ഥമില്ല എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അങ്ങനെ പൊതുവെ പറയാൻ നിൽക്കില്ല. പിന്നെ അതുകൊണ്ടല്ല ഇന്നത്തെ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ഇൻട്രോവും കാറിൽ നിന്ന് തന്നെയാണ്, വൈൻഡപ്പും കാറിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ.